നമസ്കാരം. ടെലിവിഷൻ ചർച്ചകളിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായി തിളങ്ങി നിന്ന റെജി ലൂക്കോസ് അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നു എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാനായി കഴിയുന്നത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നിരവധി പേർ പോയ കുറെ നാളുകളായി ബി.ജെ.പിയുമായി അടുക്കുന്ന കാഴ്ചയും കാണാനായി സാധിക്കുന്നുണ്ട്. കേരളത്തിൽ ബി.ജെ.പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അകറ്റി നിർത്തേണ്ട ഒരു പാർട്ടി എന്ന ഇമേജ് മാറി വരികയാണോ? രാഷ്ട്രീയ പ്രവർത്തകരും സെലിബ്രിറ്റികളുമായവർ നേരത്തെ ബി.ജെ.പി പാളയത്തിലേക്ക് പോയ ഇവരുടെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്, നിലവിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ വിശദമാക്കുന്നത്. റെജി ലൂക്കോസ് നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. CPM-ന് വേണ്ടി അദ്ദേഹം ചാനൽ ചർച്ചകളിലെല്ലാം വലിയ തോതിൽ വാദങ്ങൾ ഉയർത്തുകയും പാർട്ടിക്കെതിരായി വരുന്ന വിമർശനങ്ങളെ നേരിടുന്നതുമല്ല. ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹം CPM-ന്റെയും ആ പാർട്ടിയുടെ നിലപാടുകളെയും അന്ധമായി ന്യായീകരിക്കുന്നു എന്ന പേരിൽ പലരുടെയും വിമർശനങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുമുള്ള ഒരാൾ കൂടിയാണ് റെജി ലൂക്കോസ്. പക്ഷെ സമീപകാലത്തായി അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ചില ചർച്ചകൾ ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ആ പഴയ ശൗര്യമോ ക്ലിയർ ക്രിസ്റ്റൽ കട്ടിലുള്ള പക്ഷപാതമോ ന്യായീകരിക്കലോ ഒന്നും കാണാനായി സാധിക്കുന്നതുമില്ല. പ്രത്യേകിച്ച് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ ചില ചാനൽ ചർച്ചകളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലുള്ളതുമാണ്. അതായത് പഴയതുപോലെ ചെയ്തതെല്ലാം ശരിയാണെന്ന നിലപാട് സ്വീകരിക്കാതെ, പാർട്ടിക്ക് വേണ്ടി പഴയ ഒരു ശൗര്യമൊന്നും പ്രകടിപ്പിക്കാതെ ചില്ലറ തെറ്റുകളെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം എന്ന ഒരു പരുവത്തിലാണ് പല പ്രതികരണങ്ങളും അദ്ദേഹം നടത്തിയതും. പൂർണ്ണമായും പാർട്ടിയുടെ നിലപാടുകൾ ശരിയാണെന്ന തരത്തിൽ പഴയതുപോലെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ അതേപോലെ കടുത്ത വാഗ്വാദങ്ങളിലേക്ക് നിൽക്കുന്നില്ല എന്നതും മാറിയ രാഷ്ട്രീയ നിലപാടിന്റെ മുൻ സൂചനകൾ തന്നെ ആയിരിക്കണം. ഇങ്ങനെ ചർച്ചകളിലൊക്കെ ഈ മാറിയ റെജി ലൂക്കോസിനെ കണ്ടപ്പോൾ പലർക്കും തോന്നിയൊരു കാര്യമുണ്ട്, നിലപാടിൽ കുറച്ച് മയമൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന ഒരു കാര്യം. അതേപോലെ കഴിഞ്ഞ ദിവസം റെജി ലൂക്കോസ് മുതിർന്ന CPM നേതാവ് AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പരാമർശം ഇത്തരത്തിലൊരു സമാന സ്വഭാവമുള്ളതായിരുന്നു. ആ പരാമർശം ഇത്തരത്തിലുള്ളതായിരുന്നു: സഖാവിന്റെ വാക്കുകൾക്ക് അല്പ നിയന്ത്രണം പാലിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു, മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറയാനും പാടില്ലായിരുന്നു. ഈ പ്രസ്താവന വന്നത്, ഈ ഫേസ്ബുക്ക് പരാമർശം വന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ റെജി ലൂക്കോസ് BJPയിൽ ചേരുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. അതോടുകൂടി ഇതിന്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തെന്നുള്ള കാര്യവും പുറത്തു വന്നു. പാർട്ടി അംഗമായ താൻ പാർട്ടിയുമായി ഉണ്ടായിരുന്ന 35 വർഷത്തെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നുവെന്നും ഇനി BJPയുടെ ശബ്ദമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ 7 വർഷമായി പാർട്ടി അംഗത്വം ഉണ്ടെന്നും ആണ് അദ്ദേഹം പറയുന്നത്. BJP-യാണ് വർഗീയവാദികൾ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ തന്റെ പാർട്ടി അവർ മാസങ്ങളായി വർഗീയ വിഭജനത്തിന് വേണ്ടി നടത്തുന്ന ഇടതുപക്ഷ വ്യതിയാനം തന്നെ വല്ലാതെ വിഷമത്തിലാക്കി എന്ന കാര്യമൊക്കെ റെജി ലൂക്കോസ് പറയുന്നുണ്ട്. പുതിയ തലമുറ നാടുവിടുകയാണ്, ദ്രവിച്ച ഇത്തരം ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാവുമെന്നും BJPയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയവും തന്നെ കൂടുതലായി ആകർഷിച്ചുവെന്നും ഉത്തരേന്ത്യയിലെ വികസനം അവിടേക്ക് യാത്ര ചെയ്തപ്പോൾ തന്നെ ഞെട്ടിച്ചുവെന്നും ഒക്കെയാണ് അദ്ദേഹം വിശദീകരണമായി പറയുന്നത്. ഒരു പാർട്ടിയിൽ പുതുതായി ചേരുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ അതിലേക്ക് പോയി ചേരുന്നു എന്നൊക്കെ ഒരു കൃത്യമായ വിശദീകരണം നൽകണമല്ലോ. അതിനൊക്കെയുള്ള കാരണങ്ങളാണ് താൻ എന്തുകൊണ്ട് BJP ചേരുന്നു എന്നുള്ളതിന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം തന്റെ ആശയങ്ങളൊക്കെ മാറ്റി ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരുമ്പോൾ അദ്ദേഹം ഉത്തരം കൊടുക്കേണ്ട നിരവധി ചോദ്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ 27-ന് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് നോക്കിയാല് ആ പോസ്റ്റില് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും പടങ്ങളാണുള്ളത്. ഇവരിൽ ആരാണ് തട്ടിപ്പിന് മുന്നിൽ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം തട്ടിപ്പിന്റെ ആളുകളായി പറഞ്ഞ അതേ ആളുകളുടെ പാർട്ടിയിലാണ് ഇപ്പോൾ അദ്ദേഹം ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യങ്ങളുമാണ്. എന്നാൽ റെജി ലൂക്കോസ് പാർട്ടി വിട്ടതോടെ അദ്ദേഹം പാർട്ടി അംഗമല്ല എന്നൊരു നിലപാടാണ് CPM നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടൊന്നുമല്ല ചാനൽ ചർച്ചകളിൽ റെജി ലൂക്കോസ് പങ്കെടുത്തത്. വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും സഹയാത്രികൻ സ്ഥാനം അവകാശപ്പെടാനാവും എന്നാണ് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി ഇതിനോടെല്ലാം പ്രതികരിച്ചിട്ടുള്ളത്. അതായത് പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ വാദിക്കാനെത്തിയ റെജി ലൂക്കോസ് സഹയാത്രികനല്ല, വഴിയാത്രക്കാരനാണ് എന്ന് CPM ഇപ്പോൾ പറയുന്നത്. ഇതൊന്നും പൂർണ്ണമായി തള്ളിക്കളയാനും ആവില്ല. കാരണം ഇതിലൊക്കെ ഭാഗികമായ ചില സത്യങ്ങളുമുണ്ട്. ചാനലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന ലേബൽ ഇരുത്തുന്നവർ എല്ലായ്പ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള അനുഭാവം മുൻനിർത്തി അവർ ചർച്ചകളിൽ വാദങ്ങൾ നിരത്തുന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളുമുണ്ട്. അധികാര സ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ചില്ലറ നേട്ടങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയ അനുഭവം പ്രകടിപ്പിക്കുന്ന രീതികളാണ് ഇതിനെല്ലാം കാരണം. അങ്ങനെ അത് പിന്തുടരുന്ന ചില ആളുകളുമുണ്ട്.
ഇതേ സമയം രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതോ, തങ്ങളെ ഉയർത്തിക്കാട്ടുന്നവരെ, പുകഴ്ത്തുന്നവരെ അവർ അതെല്ലാം മുറ പോലെ ചെയ്തോട്ടെ, തങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആളാണെന്ന ഈ ഭാവം പലരും ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഒടുവിൽ ഇത്തരം മറുകണ്ഠം ചാട്ടം വരുമ്പോഴാണ് നമ്മുടെ ആൾ ഒരു വൻ ബാധ്യതയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറുന്നതും. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും ചില്ലറ വാർത്തകൾ സൃഷ്ടിക്കാനും ഒക്കെ പ്രശസ്തരുടെ വരവ് ബി ജെ പിക്ക് സഹായകമാവുന്നുമുണ്ട്. പ്രശസ്തരായ നിരവധി പേരെ പാർട്ടിയിലേക്ക് കേരള ബി ജെ പിക്ക് ആകർഷിക്കാനായി സാധിച്ചിട്ടുണ്ട്. മെട്രോ മനീഷ് ശ്രീധരൻ, ജേക്കബ് തോമസ് IPS, ശ്രീലേഖ IPS, സുരേഷ് ഗോപി, ദേവൻ, കൃഷ്ണകുമാർ, അലി അക്ബർ തുടങ്ങി പലരും ബി ജെ പിയുമായി ചേരുന്നതും നമ്മൾ കണ്ടതുമാണ്. കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ, അദ്ദേഹത്തിന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടാനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ അവരതിന് കാരണമായി പറഞ്ഞത്, ഇത്ര വലിയൊരു തലമുതിർന്ന നേതാവിന്റെ, ഒരു കാലത്ത് കേരള മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകള് തങ്ങളോടൊപ്പം ചേരുന്നു എന്നുള്ള ഒരു കാര്യം അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷെ പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങളൊന്നും അവർക്ക് പത്മജയ്ക്ക് ലഭിച്ചതുമില്ല. ഇടയ്ക്കിടെ അവർ ബി ജെ പി വിട്ടുപോരുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുമുണ്ട്. ഇടതിൽ നിന്നും വലതിലേക്കും അവിടെ നിന്നും ബി ജെ പിയിലേക്കും പോയ അബ്ദുള്ള കുട്ടിയാണ് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള മറ്റൊരു പ്രധാന വ്യക്തി. രാഷ്ട്രീയത്തിലെ അത്ഭുത കുട്ടിയാകുമെന്ന് പലരും പ്രതീക്ഷിച്ച അദ്ദേഹത്തിനും പ്രതീക്ഷിച്ച വളർച്ചയൊന്നും ബി ജെ പിയിൽ നേടാനും സാധിച്ചില്ല. 10 അംഗങ്ങളിൽ ഒരാളായി ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന പദവിയിലാണ് അദ്ദേഹം നിലവിലുള്ളത്. കേരള ബി ജെ പിയുടെ ഭാവി ശോഭനം എന്നൊരു പ്രസ്താവന ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അടുത്ത കാലത്തായി ഉണ്ടായതല്ലാതെ അബ്ദുള്ള കുട്ടിക്ക് രാഷ്ട്രീയമായി വലിയ മെച്ചമെന്നോ വാർത്തകളിലൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. കേരളം ബി ജെ പിയോട് കാട്ടുന്ന ഒരകൽച്ച അത് മാറ്റിയെടുക്കുന്നതിന് പ്രശസ്തരുടെ വരവ് സഹായകമാവുമെന്നാണ് ബി ജെ പി കരുതുന്നത്. അതേപോലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്നതിൽ അവർ വലിയ ശ്രദ്ധയും വയ്ക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ വേരുറപ്പിക്കണം എന്നതാണ് ബി ജെ പിയുടെ ഒരു ഉറച്ച തീരുമാനം. പക്ഷെ ഈ പാർട്ടിയിലേക്ക് ചേരുന്നതോടെ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ എതിർപ്പും ആക്രമണവുമാണ് പലരും നേരിടേണ്ടി വന്നിട്ടുള്ളത്. മറ്റേതൊരു പാർട്ടിയിൽ ആര് ചേർന്നാലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിമർശനങ്ങളെ ഇവരൊക്കെ പ്രശസ്തരൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ മുൻനിർത്തിയാണ് പലരും താല്പര്യം ഉണ്ടെങ്കിലും ബി ജെ പിയോട് അടുക്കാനായി കേരളത്തിൽ മടിച്ചു നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ സാവധാനമാണെങ്കിലും മാറി വരുന്നുണ്ട് എന്നതാണ് നിലവിലെ ഒരു സ്ഥിതി. അതേസമയം തന്നെ പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങളോ പരിഗണനകളോ കിട്ടാത്ത സാഹചര്യത്തിൽ പലരും നിരാശരാകുന്ന ഒരു അവസ്ഥയും ഇഷ്ടക്കേടുകളെ പ്രകടിപ്പിക്കുന്നതൊക്കെ കാണാനായി സാധിക്കുന്നുമുണ്ട്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ തഴഞ്ഞ് പുതുതായി ഇന്നലെ കയറി വരുന്നവർക്കായി സ്ഥാനം കൊടുക്കുന്നതിൽ പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥതയും സൃഷ്ടിക്കും എന്നതിലൊന്നും സംശയമില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് മുൻനിർത്തി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. കാരണം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് ലഭിക്കുന്ന അറിവ്, പരിചയം, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വിവേക ബുദ്ധി, ഇതിനെല്ലാം ഉപരിയായി വൈകാരിക ബുദ്ധി എന്നിവ തഴക്കം ചെന്ന ഒരു രാഷ്ട്രീയക്കാരിൽ കാണുന്നത് പോലെ ഈ സെലിബ്രിറ്റി പൊളിറ്റീഷ്യന്മാരിൽ കാണാനും സാധ്യത കുറവാണ്. സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർക്ക് പ്രസ്ഥാനത്തെക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്കും നിലപാടുകൾക്കുമാവും പ്രാധാന്യമുള്ളതും പാർട്ടിക്ക് മീതെ വ്യക്തി നിൽക്കുന്ന ഒരവസ്ഥ. റെജി ലൂക്കോസ് ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ബി ജെ പിയിൽ എത്രത്തോളം അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ലഭിക്കുക എന്നതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല ഇന്നലെ വരെ വർഗീയവാദികളെന്ന് വിളിച്ചവരെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥയും പറഞ്ഞതും എഴുതിയതുമായ എല്ലാം തിരുത്തി പറയേണ്ടതുമായ ഒരു അവസ്ഥ റെജി ലൂക്കോസ് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരിക തന്നെ ചെയ്യും എന്നാണ് ഇതിനെല്ലാം അർത്ഥം.